ഇപ്പോൾ ഹൗസിനുള്ളിൽ എല്ലാവരും വെറുപ്പോടുകൂടി കാണുന്ന 2 വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും. കാര്യം ഗബ്രിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? മറ്റുള്ളവരെ ഒന്ന് ബഹുമാനിക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ജാസ്മിന് അതിൻ്റെ അപ്പുറമാണ്. 2 പേരും കൂടെ കുടുംബം നല്ല ഒരു ടീമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എന്നാൽ ബിഗ് ബോസ് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങൾ ഓരോരോ ടീമും ഹൗസിനുള്ളിലുള്ള ആൾക്കാരെ അനുകരിച്ചുകൊണ്ട് ആരെ വേണേലും അനുകരിക്കുക. അങ്ങനെ അനുകരിച്ചുകൊണ്ട് അവരുടെ സ്വഭാവവും അവരുടെ രീതിയും എല്ലാം വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാ ടീമും ഓരോരുത്തരെ അനുകരിച്ച് തന്നെയാണ് പ്രോഗ്രാം നടത്തിയത്. എന്നാലും നന്ദനയുടെ ഈ ടീം എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ ജാസ്മിനെയും ഗബ്രിയാണ് അനുകരിച്ചത്. അതായത് നന്ദനയും അഭിഷേകും ജാസ്മിനും ഗബ്രിയുമായിട്ട് നിന്നിട്ട് ഇവർ ഹൗസിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച് ഇവരുടെ സംഭാഷണങ്ങളും ഇവരുടെ സ്നേഹപ്രകടനങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാം കാണിച്ചുകൊണ്ടുമാണ് പ്രോഗ്രാം നടത്തിയത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജാസ്മിനും ഗബ്രിയും ആകെപ്പാടെ തൊലി ഉരിഞ്ഞ മട്ടിലാണ് ഇരുന്നത്. കാര്യം ഇവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ജനങ്ങൾ മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർ കഴിഞ്ഞ ദിവസം ലാൽസാർ വന്നപ്പം ആകെപ്പാടെ ഒന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുമായിരുന്നു 2 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് അവർ കൺഫെഷൻ റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം വീണ്ടും പഴയതിൻ്റെ ബാക്കിയായിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇവർ തമ്മിലുള്ള. അപ്പം ഇനിയും വരുന്ന ദിവസങ്ങളിൽ എന്തായി തീരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈവ് അപ്ഡേഷൻ കാണാത്തവരുമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.